ബെസ്റ്റ് ഇൻഫോയുടെ PSC ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് SCERT ചാപ്റ്റേഴ്സാണ്. 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 ഒറ്റയല്ലൊരു ജീവിയും. 5ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ഒറ്റയല്ലൊരു ജീവിയും എന്നതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റത്തെ ടോപ്പിക്കാണ് ആഹാര ശൃംഖലാജാലം, ഫുഡ് വെബ്. ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം. അതായത് ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം. ആഹാര ശൃംഖല, ഫുഡ് ചെയിൻ. ആഹാര ശൃംഖലാജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല. ആഹാര ശൃംഖല എന്നാൽ ആഹാര ശൃംഖലാജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല. ഉദാഹരണം: പുല്ല്, പുൽച്ചാടി, കോഴി, കുറുക്കൻ, കഴുകൻ. നെക്സ്റ്റ്, എല്ലാ ശൃംഖലകളും ആരംഭിക്കുന്ന ജീവി വിഭാഗമാണ് സസ്യങ്ങൾ, അതായത് ഉൽപ്പാദകർ. എല്ലാ ശൃംഖലകളും ആരംഭിക്കുന്ന ജീവി വിഭാഗമാണ് സസ്യങ്ങൾ, അതായത് ഉൽപ്പാദകർ. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപ്പാദകരാണ് പ്ലവകങ്ങൾ, പ്ലാങ്ക്ടൺ. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപ്പാദകരാണ് പ്ലവകങ്ങൾ, പ്ലാങ്ക്ടൺ. ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. നെക്സ്റ്റ് ടോപ്പിക് ആവാസം, ഹാബിറ്റേറ്റ്. നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ചുറ്റുപാടാണ് ആവാസം. നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ചുറ്റുപാടാണ് ആവാസം. ഉദാഹരണം: വയൽ, പുൽമേടുകൾ, മരുഭൂമി, ധ്രുവപ്രദേശം, കണ്ടൽക്കാടുകൾ, സമുദ്രം, വനങ്ങൾ. ഒരു ആവാസത്തിൽ ജീവികൾക്ക് നിലനിൽക്കാൻ ആവശ്യമായ ജീവീയവും അജീവീയവുമായ ഘടകങ്ങളുണ്ടാകും. ഒരു ആവാസത്തിൽ ജീവികൾക്ക് നിലനിൽക്കാൻ ആവശ്യമായ ജീവീയവും അജീവീയവുമായ ഘടകങ്ങളുണ്ടാകും. നെക്സ്റ്റ്, കേരളത്തിൽ ചില ജലാശയങ്ങളിൽ കാണപ്പെടുന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള ഒരു അധിനിവേശ മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി. കേരളത്തിലെ ചില ജലാശയങ്ങളിൽ കാണപ്പെടുന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള ഒരു അധിനിവേശ മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി. ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ് ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത്. ഇത് നമ്മുടെ ജലാശയങ്ങളിലെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയാണ്. ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ് ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത്. ഇത് നമ്മുടെ ജലാശയങ്ങളിലെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയാണ്. ആഗോള കടുവ ദിനം ജൂലൈ 29. ഇന്ത്യ ഗവൺമെൻറ് പ്രൊജക്റ്റ് ടൈഗർ പദ്ധതി കൊണ്ടുവന്നത് 1973 ഏപ്രിൽ 1. ആഗോള കടുവ ദിനം ജൂലൈ 29. ഇന്ത്യ ഗവൺമെൻറ് പ്രൊജക്റ്റ് ടൈഗർ പദ്ധതി കൊണ്ടുവന്നത് 1973 ഏപ്രിൽ 1. താങ്ക് യു.